ഒരു നോമ്പുതുറ ഒരുക്കം കണ്ടാലോ ഇന്ന്? പൊതുവേ നോമ്പുള്ള ദിവസങ്ങളിലൊക്കെ വൈകിട്ടുള്ള നിസ്കാരവും കഴിഞ്ഞിട്ടാണ് ഞാനും ഉമ്മയും കൂടെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങാറ്. അങ്ങനെ അടുക്കളയിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സെക്ഷനായിട്ട് അങ്ങ് തിരിയും. ഡിന്നർ ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി ഉമ്മയുടെ, നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എണ്ണക്കടികൾ ഉണ്ടാക്കാനുള്ള ടാസ്ക് എന്റെയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് കേട്ടോ ഇത്. ഒരാളുടെ സെക്ഷനിലോട്ട് മറ്റൊരാൾ കൈയടത്താൻ എന്തായാലും പോവില്ല എന്ന് വെച്ച് ഹെൽപ്പ് ചെയ്യില്ലെന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈസഹായമൊക്കെ കാണും. പക്ഷെ അന്തിമ തീരുമാനം എപ്പോഴും ആ സെക്ഷൻ അതോറിറ്റീസിന്റെ മാത്രമായിരിക്കും. ഇന്നത്തെ പ്ലാനിങ്ങിൽ പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഡിന്നർ പ്ലാനിങ് ഞങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സ്നാക്സിൽ ഒരെണ്ണം ഉമ്മയുടെ റെസ്പോൺസിബിലിറ്റിയും ഒരെണ്ണം എൻ്റെ തലയിലുമാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതും ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ ഉപ്പയുടെ ഡ്യൂട്ടി ആട്ടോ. ഉപ്പയ്ക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. കമ്മിങ് ബാക്ക് ടു ഞങ്ങളുടെ ഡ്യൂട്ടി, പഴം നിറച്ചതും എഗ് സാൻഡ്വിച്ചും ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇന്നല്ല, ഇന്നലെ ആയിരുന്നു നോമ്പ്. ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് തുറ എന്നും 2 റൗണ്ടായിട്ടാണ് കേട്ടോ ഉണ്ടാവാറ്. ബാങ്ക് വിളിക്കുമ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് റൗണ്ടും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ എണ്ണക്കടികളായിട്ടുള്ള ഒരു സെക്കൻഡ് റൗണ്ടും. അങ്ങനെ നോമ്പ് തുറയും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അടുക്കള വെടുപ്പാക്കി ഉമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പണിയും കഥയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷം നാളെ. അപ്പോ കേടാ.